CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എൻ ഷംസുദ്ദീൻ MLA നൽകിയ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വീടില്ലാത്തവർക്ക് വീടൊരുക്കി സമ്പൂർണ്ണ പാർപ്പിടമെന്ന് ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം നഗരസഭയുടെ ബജറ്റ് അവതരണം. 11 കോടി രൂപ മാറ്റിവെച്ച് ഭവന പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് 2025-26 ബജറ്റിലെ പ്രധാന നിർദ്ദേശം ഒരുക്കിയിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ബജറ്റ്. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എൻ ഷംസുദ്ദീൻ MLA നൽകിയ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് എൻ ഷംസുദ്ദീൻ MLA നൽകിയ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇത് വ്യക്തമാക്കിയത്. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനും അട്ടപ്പാടി മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി പ്രസരണം ചെയ്യുന്നതിനായി അട്ടപ്പാടി ഗ്രീൻ കോറിഡോർ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും പ്രസ്തുത പദ്ധതിയിൽ അകളി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ 220 kV സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന്റെയും മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ മുതൽ മണ്ണാർക്കാട്, അകളി എന്നിവിടങ്ങളിൽ വരെ 50 കിലോമീറ്ററിൽ 220 kV ലൈൻ സ്ഥാപിക്കുന്നതിന്റെയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകുന്നതിനുള്ള നടപടിയായെന്നും മന്ത്രി അറിയിച്ചതായി എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. CCN മണ്ണാർക്കാട്. വീടില്ലാത്തവർക്ക് വീടൊരുക്കി സമ്പൂർണ്ണ പാർപ്പിടമെന്ന ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം നഗരസഭയുടെ ബജറ്റ് അവതരണം. 11 കോടി രൂപ മാറ്റിവെച്ച് ഭവന പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് 2025-26 ബജറ്റിലെ പ്രധാന നിർദ്ദേശം ഒരുക്കിയിട്ടുള്ളത്. 11 കോടി രൂപ മാറ്റിവെച്ച് ഭവന പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് 2025-26 ബജറ്റിലെ പ്രധാന നിർദ്ദേശം ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ 1500-ലേറെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് നൽകിയിട്ടുണ്ട്. അടുത്ത ഘട്ടം നടപ്പാക്കാൻ ഫണ്ടില്ലാത്ത സ്ഥിതിയുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തവണ 11 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. നഗരസഭയ്ക്ക് ഇതുവരെ 40 സെന്റ് സ്ഥലം സൗജന്യമായി ലഭിച്ചിട്ടുണ്ട്. മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ലഭിച്ച സ്ഥലത്ത് ഇനിയും വീടുകൾ ഉയരുമെന്നും ഭരണസമിതി പ്രതീക്ഷിക്കുന്നു. ബജറ്റിൽ ഓരോ പദ്ധതിക്കും ഓരോ പേരു നൽകിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തേജസ്സോടെ ഒറ്റപ്പാലം, സ്മാർട്ട് കിച്ചൺ, സാന്ത്വനം, ജലസമൃദ്ധം ഒറ്റപ്പാലം, നിളയ്ക്കായി, വെണ്മ തുടങ്ങിയവയാണ് ഓരോ പദ്ധതിക്കും നൽകിയ പേരുകൾ. 138.20 കോടി രൂപ വരവും 137.34 കോടി രൂപ ചിലവും 17.67 കോടി രൂപ നീക്കിയിരിപ്പുമുള്ളതാണ് വൈസ് ചെയർമാൻ കെ രാജേഷ് അവതരിപ്പിച്ച ബജറ്റ്. ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ബജറ്റ് പുസ്തകം കൈമാറി ഉദ്ഘാടനം ചെയ്തു. പശ്ചാത്തല വികസനത്തിന് 74.14 കോടി രൂപയും ആരോഗ്യമേഖലയ്ക്ക് 7.26 കോടി രൂപയും കുടിവെള്ള വിതരണത്തിന് 12 കോടി രൂപയും കാർഷിക മേഖലയ്ക്ക് 3.64 കോടി രൂപയും ഉൾപ്പെടെ വകയിരുത്തിയിട്ടുണ്ട്. CCN ഒറ്റപ്പാലം. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ളതാണ് ബജറ്റ്. വനിതാ ഘടക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 70,60,480 രൂപയും 2025-26 വർഷത്തിൽ പാർപ്പിട മേഖലയ്ക്ക് 13,63,50,50,000 രൂപയും വനിതാ ഘടക പദ്ധതി പ്രവർത്തനങ്ങൾക്ക് 70,60,480 രൂപയും
കുട്ടികൾ ഭിന്നശേഷി വിഭാഗത്തിന് 93,30,250 രൂപയും വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾക്ക് 35,30,500 രൂപയും ബജറ്റിൽ വകയിരുത്തുന്നു. ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയിൽ നെൽകൃഷി പ്രോത്സാഹനത്തിന് 23,63,000 രൂപയും ക്ഷീരമേഖലയുടെ വികസനത്തിന് കാലിത്തീറ്റ സബ്സിഡി, ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി തുടങ്ങി വിവിധ പ്രൊജക്ടുകളിലായി 25 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. 22.13 കോടി രൂപ വരവും 21.40 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 73,27,000 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയുള്ള ബജറ്റിൽ ആരോഗ്യ പരിരക്ഷ, ശുചിത്വം, കുടിവെള്ളം എന്നീ മേഖലകൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതികൾക്കായി 13.63 കോടി രൂപയുടെ ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിനായി 70,60,000, കുട്ടികളും ഭിന്നശേഷി വിഭാഗത്തിനായി 93,30,000, വയോജനക്ഷേമത്തിനായി 35,30,000 എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെൽകൃഷി പ്രോത്സാഹനത്തിന് 23,63,000 രൂപയും ക്ഷീര കർഷകരുടെ സഹായത്തിനായി 25 ലക്ഷം, SCVP പദ്ധതി പ്രകാരം 4 വർഷം പ്രവർത്തനം നടത്തുന്ന പദ്ധതിയിൽ 2400 സംരംഭങ്ങളാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് വിവിധ പഞ്ചായത്തുകളിലായി നടപ്പിലാക്കുന്നത്. 60% കേന്ദ്ര ഗവൺമെന്റ് വിഹിതവും 40% സംസ്ഥാന ഗവൺമെന്റ് വിഹിതവുമാണ്. ഈ പ്രോജക്ടിന് 6.5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കാർഷികേതര മേഖലയിൽ 75% പുതിയ സംരംഭങ്ങൾക്കും 25% നിലവിലുള്ള സംരംഭങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ അധ്യക്ഷനായി. ചടങ്ങിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അയമു, നജ്മ തബ്ഷീറ, അസീസ് പട്ടിക്കാട് എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യലഹരി വിപത്തിനും കുറ്റകൃത്യങ്ങൾക്കുമെതിരെ MSS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിച്ചുപിടിക്കാം സ്നേഹവീടുകൾ, തുരത്താം ലഹരി വിപത്ത് എന്ന പ്രമേയത്തിൽ സാമൂഹിക പങ്കാളിത്തത്തോടെ നടത്തുന്ന 1 വർഷക്കാലത്തെ കർമ്മ പദ്ധതിക്ക് തുടക്കമായി. ജനജാഗ്രതാ സദസ്സും ഇഫ്താർ സൗഹൃദ സംഗമവും MSS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ P. ഉണ്ണീൻ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ സമസ്ത മേഖലകളെയും നാശോന്മുഖമാക്കുന്ന ലഹരി വിപത്തിനും അക്രമ സംഭവങ്ങൾക്കുമെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധം തീർക്കാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P. ഹസൻ ഹാജി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS നിസാമുദ്ദീൻ 100-ൽ പരം കുടുംബങ്ങൾക്കുള്ള റമദാൻ കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ഹമീദ് കൊമ്പത്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. വിവിധ രാഷ്ട്രീയ മത സാമൂഹിക സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ച് K. വേണുഗോപാൽ, KA സുദർശനകുമാർ, സൈനുദ്ദീൻ ആലായൻ, രവി അലനല്ലൂർ എന്നിവർ പങ്കെടുത്തു. CCN ചത്തല്ലൂർ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ആര്യമ്പാവ് കൊടക്കാട് ഭാഗത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ബുധനാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് അപകടം. ബൈക്ക് യാത്രക്കാരനായ കൊടക്കാട് മാട്ടായിൽ ശിവശങ്കരന്റെ മകൻ വിജീഷിനാണ് പരിക്കുപറ്റിയത്. ബുധനാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. അതുവഴിയെത്തിയ മറ്റു വാഹനയാത്രക്കാരാണ് ഇയാളെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപകടത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചു. CCN ചത്തല്ലൂർ. തിരുവനന്തപുരത്ത് അനിശ്ചിതകാലമായി നടന്നുവരുന്ന ആശാപ്രവർത്തകരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ. പ്രസിഡന്റ് KM ഹനീഫ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പംപ്ര, KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ എന്നിവരും പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ. എന്റെ കൂടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമുണ്ട്. ഞങ്ങളൊരു കാര്യം, അടുത്ത ബോർഡ് മീറ്റിംഗിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ഞങ്ങളെ പഞ്ചായത്തിൽ 31 ആശാ വർക്കർമാരുണ്ട്. അതിലൊരു അജണ്ട ഞങ്ങൾ വെക്കുകയാണ്. ഈ വരുന്ന 31 ആശാ വർക്കർമാർക്കും മാസം തോറും 2000 രൂപ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ അവിടെ അജണ്ട വെച്ച് തീരുമാനിക്കും. ആ തീരുമാനം ഇങ്ങോട്ട് സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുമ്പോൾ അത് മടക്കി അയക്കരുത് എന്ന് അധികാരികളോടൊന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടുന്ന് അനുമതി കിട്ടുന്ന മുറയ്ക്ക്. കാരണം 2000 രൂപ മാത്രം കൊടുത്താൽ പോരാ എന്നുള്ള കാര്യമാണ് കബീർ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ. തൊഴിലുറപ്പ് അഡീഷണൽ ഇൻസെന്റീവ്, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് 335 രൂപ കൂലിയുണ്ട്.
പക്ഷെ നിങ്ങളുടെ കൂലി എന്ന് പറയുന്നത് 232 രൂപ മാത്രമാണ്. നിലവിൽ കരിമ്പുഴ പഞ്ചായത്തിൽ 31ഓളം ആശാ വർക്കർമാരാണ് ഉള്ളത്. ഇവർക്ക് മാസം തോറും 2000 രൂപ വീതം തനത് ഫണ്ടിൽ നിന്നും നൽകാൻ തയ്യാറാണ്. ഇക്കാര്യത്തിൽ പ്രമേയം കൊണ്ടുവന്ന് തീരുമാനമെടുക്കുമെന്നും പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ആരോഗ്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് പൊംപ്ര, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സ്നേഹഭവനം പദ്ധതിയിലൂടെ ആദ്യ വീട് സമർപ്പിച്ചു. അമ്പലപ്പാറ കടമ്പൂരിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് വീട് നൽകിയത്. 2024 മാർച്ച് 8-ന് സ്കൂളിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ആദ്യ സ്നേഹഭവനം സമർപ്പിച്ചു. രണ്ടാം സ്നേഹഭവനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ കടമ്പൂരിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് 2024 ഓഗസ്റ്റിൽ സമർപ്പിച്ചു. മൂന്നാം സ്നേഹഭവനത്തിന്റെ മെയിൻ വാർപ്പ് 2025 മാർച്ച് 20-ന് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ കുറുവട്ടൂരിൽ നടന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിർധനയായ പെൺകുട്ടിക്കാണ് മൂന്നാം സ്നേഹഭവനം നിർമ്മിച്ച് നൽകുന്നത്. ചടങ്ങിൽ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ C രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ PS ആര്യ, PTA പ്രസിഡന്റ് മുരളീധരൻ, PTA വൈസ് പ്രസിഡന്റ് PG മോഹനകൃഷ്ണൻ, HM ഇൻചാർജ് സുനിതകുമാരി, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരിദാസൻ, കൃഷ്ണദാസ്, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ സുരേഷ് കുമാർ, V രവികുമാർ, സംഗീത ടീച്ചർ, കോൺട്രാക്ടർ രാജാമണി, സ്നേഹവീട് കമ്മിറ്റി അംഗങ്ങൾ, NSS പ്രോഗ്രാം ഓഫീസർ ബാലകൃഷ്ണൻ, NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജ് നർമ്മദ നേച്ചർ ക്ലബ്ബ് പാലക്കാട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അന്താരാഷ്ട്ര വനദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. VTB കോളേജ് മാനേജർ പ്രൊഫസർ MK നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ മിനി സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ P ഗീത അധ്യക്ഷയായി. മണ്ണാർക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷ് വനദിനാചരണ സന്ദേശം നൽകി. വളരെ ആധികാരികമായുള്ള ഒരു മറുപടി ടീച്ചർ പറഞ്ഞത് ഓർമ്മപ്പെടുത്തലാണ്. ആനിവേഴ്സറി ആകുമ്പോൾ അതിന് ഓർമ്മപ്പെടുത്തലാണ്. ചിലപ്പോൾ നമ്മൾ മരണത്തിന്റെ ആനിവേഴ്സറി ആഘോഷിക്കും അല്ലെ, ആഘോഷമായിട്ടല്ലെങ്കിലും അന്ന് വീട്ടിൽ ചടങ്ങൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. മുത്തശ്ശനൊക്കെ മരിച്ചതിന്റെ ചടങ്ങ് നിങ്ങൾ വീട്ടിലുണ്ടാവാറില്ലേ, ആണ്ടായിട്ടോ അല്ലെങ്കിൽ പിന്നെ ശാരദായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മൾ വർഷത്തിൽ ഒരു ദിനം അങ്ങനെ എടുക്കുന്നതിന് കാരണം എന്താണ്? അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ് ആ ഓർമ്മപ്പെടുത്തൽ? നമ്മൾ ജന്മദിനാകുമ്പോൾ നമ്മൾ ജനിച്ചതായിട്ടുള്ള ദിവസത്തിന്റെ സന്തോഷകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വനത്തിനും ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടേ? എന്തിനായിരിക്കും അപ്പോൾ വനാദിനം? സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ V രാജേഷ്, ശ്രീകൃഷ്ണപുരം VTB കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ GS അരവിന്ദ്, AUP സ്കൂൾ അധ്യാപിക KV സുധ, നേച്ചർ ക്ലബ്ബ് വോളണ്ടിയർ VP അബൂബക്കർ, സോഷ്യൽ ഫോറസ്ട്രി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KP നൌഷാദ് എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ക്രൂരതയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി, ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി മലപ്പുറം പറമ്പിൽ പീടികയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. CCN മലപ്പുറം. പൂരക്കാലമാണ് പനംപട്ട വിശറിയുടെ വിൽപ്പനക്കാലം. 5 പതിറ്റാണ്ടായി വിശറി നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ചളവറ അറഞ്ഞിക്കൽ ഹുസൈൻകുട്ടി എന്ന വിശറി വാപ്പു ഇപ്പോഴും തിരക്കിലാണ്. എയർ കണ്ടീഷനുകളുടെ കാലത്തും ഇന്നും ഈ വിശറികൾക്ക് ആവശ്യക്കാരുണ്ട്. ഒരു സീസണിൽ 1000 മുതൽ 1200 വിശറികൾ വരെ വിൽപ്പനയാവുമെന്ന് 5 പതിറ്റാണ്ടായി ഈ രംഗത്തുള്ള ചളവറ അറഞ്ഞിക്കൽ ഹുസൈൻകുട്ടി എന്ന വിശറി വാപ്പു പറയുന്നു. 12ാം വയസ്സിൽ പിതാവ് അലവിക്കൊപ്പമാണ് വാപ്പു വിശറി വിൽപ്പന തുടങ്ങിയത്. ഒരു വർഷം ഇപ്പോ മാർച്ച് ഫെബ്രുവരിയിലാണ് തുടങ്ങിയത്. മെയ് 15 ലാസ്റ്റ് അതുവരെ പൂരണ്ടാവും. അപ്പൊ അതിലൊരു 1000 വരെ 1000-1000 മുകളിൽ വിൽക്കും എല്ലാ കാവുകളിലും കൂടി. ഇല്ലാതെ പണി എടുത്തിട്ട് ആള് കമ്മി, അതുകൊണ്ട് 1000ന്റെ മുകളിൽ വെക്കും. കാരണം കറക്റ്റാണ് പറയാൻ പറ്റില്ല, ചില കാവലിക്ക് ഉണ്ടാക്കിക്കൊണ്ടോ അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോയി. വിശറി നിർമ്മാണത്തിലെ 3ാം തലമുറക്കാരനാണ്. സഹോദരി ആയിഷയും ഈ രംഗത്തുണ്ട്. കച്ചവടം തുടങ്ങുന്ന കാലത്ത് 2 അണയായിരുന്നു ഒരു വിശറിക്ക് വിലയെന്ന് വാപ്പു ഓർക്കുന്നു. ചെറുതിന് 80, ഇടത്തരത്തിന് 100, വലുതിന് 150 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ വില. ഞാൻ ഈ വിശറി പണി തുടങ്ങിയിട്ട് എനിക്ക് 68 വയസ്സായി.
ഒരു 50 കൊല്ലം ഇതിന് മുമ്പ് എൻ്റെ വാപ്പ മരിച്ചിട്ട് 85 മരിച്ചാണ്. അതുവരെ അതിൻ്റെ മുമ്പ് ഞാൻ തുടങ്ങി. ഇപ്പോൾ 50 കൊല്ലത്തിന് സ്വന്തം പണിയുണ്ട്. പിന്നെ അങ്ങനെ കരിമന പട്ട കൊടുത്തിട്ട് ഉണക്കി ശരിയാക്കി വെക്കുക, എന്നിട്ട് ഇങ്ങനെ റൗണ്ടാക്കുക. ആദ്യം കൊണ്ടുവരുന്ന പട്ടയാണിത്. പിന്നെ ഇത് കൊണ്ടുവന്ന് റൗണ്ടാക്കി ഇങ്ങനെ വെക്കും, പിന്നെ ഇത് ശരിയാക്കും. പിന്നെ വലിയ സൈസ് 2-3 സൈസാണ് ഇങ്ങനത്തത്. 120-ന് വെക്കും, പിന്നെ ഇത് 100-ന് വെക്കും, പിന്നെ ചെറുതുണ്ട് 80-ന് വെക്കും. അങ്ങനെ 3 സൈസ് 3 ഐറ്റായിട്ടാണ് വെക്കുക. 3 സൈസാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കൊണ്ട് പട്ടങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് റൗണ്ടാക്കി ഇതാണ്. പിന്നെ ഈ പണിയെടുക്കും. പിന്നെ ഇത് മറ്റുള്ള മഞ്ഞൾ വെക്കലുണ്ട്. പട്ടയുടെ വലിപ്പവും മൂപ്പുമനുസരിച്ചാണ് ഇവ തരം തിരിക്കുന്നത്. പനയൂർ ആറമ്പറ്റ ശങ്കരനാരായണനെ പോലെ വൈവിധ്യമുള്ള വിശറികൾ ഉണ്ടാക്കുന്നവർ മുൻപുണ്ടായിരുന്നു. രാമച്ച വിശറികളും കിട്ടാനുണ്ടായിരുന്നു. ശ്രദ്ധയോടെ സൂക്ഷിച്ചാൽ 2 മുതൽ 5 വർഷം വരെ ഇവ നിലനിൽക്കുമെന്ന് വാപ്പു പറഞ്ഞു. നമ്മള് കയ്യിൽ നിന്ന് ചവിട്ടൊക്കെ ചെയ്താൽ ഇതാണല്ലേ പൊട്ടിക്കണത്. ഇങ്ങനെ പൊട്ടി അത് പട്ട വേണം, അത്രേ ഉള്ളൂ. വേറെ ഡാമേജ് ഒന്നും. പിന്നെ കളറ് പോവും. കളറ് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ ഈ കളറ് പോവും. അങ്ങനെയാണ്, വേറെ ഡാമേജ് ഒന്നും. കരിമ്പന തൈകളുടെ പട്ട കൊണ്ടാണ് വിശറി ഉണ്ടാക്കുന്നത്. പട്ട വെട്ടി കല്ലുകൾ കയറ്റിവച്ച് പരത്തും. തുടർന്ന് രാവിലത്തെ മഞ്ഞിലോ അല്ലെങ്കിൽ വെള്ളം തളിച്ചോ വൃത്തത്തിൽ വെട്ടിയെടുക്കും. തുടർന്ന് ഒരു വശം പട്ടത്തണ്ടിലേക്ക് തുന്നിച്ചേർത്ത് വയ്ക്കും. തണ്ട് വൃത്തിയാക്കി പിടിയുടെ രൂപത്തിലാക്കും. ചുറ്റിലും ഈർക്കിൽ വളച്ച് നൂലുകൊണ്ട് തുന്നിയെടുക്കും. ഭംഗി കൂടുന്നതിനായി വശങ്ങളിൽ കളർ തുണിയും ചെറിയ ഓലകൾ കൊണ്ടുണ്ടാക്കിയ കോണുകളും തുന്നിപ്പിടിപ്പിക്കും. തുടർന്ന് ഇവ പച്ചമഞ്ഞൾ തേച്ച് ചന്തപ്പെടുത്തും. CCN ഒറ്റപ്പാലം. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഗ്രാന്റുകളിൽ നിന്നായി 8 ലക്ഷം രൂപ ചിലവഴിച്ച് 250 പേർക്ക് 800 രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ച് 20 ചട്ടികളും 40 കിലോ ജൈവവളവും 40 വിവിധയിനം തൈകളുമാണ് വിതരണം ചെയ്തത്. പോഷക സമൃദ്ധിയുള്ളതും വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി വീട്ടകങ്ങളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ പദ്ധതി നിർവഹണത്തിന് ഭരണസമിതിയെ പ്രേരിപ്പിച്ചതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് KT അഫ്സൽ പറഞ്ഞു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CP ഹംസക്കുട്ടി, ജൂബില ലത്തീഫ്, മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ, രാജേഷ്, അമ്പിളി, TK നവാസ്, സജിത, ലീന ശാന്തിനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു, കൃഷി ഓഫീസർ റജീന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി നിയമസഭയെ അറിയിച്ചു. വൈദ്യുതി പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് N ഷംസുദ്ദീൻ MLA നൽകിയ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വീടില്ലാത്തവർക്ക് വീടൊരുക്കി സമ്പൂർണ്ണ പാർപ്പിടമെന്ന് ലക്ഷ്യമിട്ട് ഒറ്റപ്പാലം നഗരസഭയുടെ ബജറ്റ് അവതരണം. 11 കോടി രൂപ മാറ്റിവെച്ച് ഭവന പദ്ധതികൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് 2025-26 ബജറ്റിലെ പ്രധാന നിർദ്ദേശം ഒരുക്കിയിട്ടുള്ളത്. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ബജറ്റ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kims Al Shifa Super Speciality Hospital, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.